ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. അപ്പം നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ 10 ക്വസ്റ്റ്യൻ ബാങ്ക്, അതിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാണ്. കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് പറയണം എന്നുള്ള ആൻസേഴ്സും പറയല്ല, നമ്മൾ വീഡിയോ കാണിക്കുന്നത്. കാരണം ടൈമില്ല, അതുകൊണ്ടാണ് നമ്മളത് ഇത്തിരി കുറച്ചേക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന 237 തുടങ്ങിയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയില്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് ഈ വീഡിയോയില്. 237 lakes severely impacted by acidification will most likely A. be clear and blue but with few fish or other animals. B. be dark, muddy and full of crustaceans and the larvae of insects. C. have abundant surface vegetation and many insects but few fish. D. be reddish in color due to the dissolved iron from nearby soils. നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്, നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന വിഭാഗത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ, ചിലപ്പോൾ പക്ഷെ നമ്പേഴ്സ് ആവാം. അപ്പൊ ദയവ് ചെയ്ത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടി നോക്കാം. 237 lakes severely impacted by acidification will most likely A. be clear and blue but with few fish or other animals. B. be dark, muddy and full of crustaceans and the larvae of insects. C. have abundant surface vegetation and many insects but few fish. D. reddish in color due to the dissolved iron from nearby soils. അപ്പൊ ആൻസർ എ ബി ക്ലിയർ ആൻഡ് ബ്ലൂ ബട്ട് വിത്ത് ഫ്യൂ ഫിഷ് ഓർ അതർ അനിമൽസ്. അടുത്തത് 238 ലേക്സ് ദാറ്റ് സഫർ ഫ്രം എൻവയോൺമെന്റൽ ആസിഡിഫിക്കേഷൻ ടിപ്പിക്കലി ഹാവ് എ. ഫേവർ അനിമൽസ് ആൻഡ് ഹയർ ലെവൽസ് ഓഫ് ഹെവി മെറ്റൽസ്. ബി. മോർ അനിമൽസ് ആൻഡ് ലോവർ ലെവൽസ് ഓഫ് ഹെവി മെറ്റൽസ്. സി. മോർ പ്ലാന്റ്സ് favor animals and slightly higher levels of heavy metals. D. favor plants, more animals and slightly lower levels of heavy metals. Answer A. favor animals and higher levels of heavy metals. അടുത്ത 239 large scale commercial extraction of oil from oil shale and oil sand. A. will only be cost effective at much higher oil prices. B. are relatively easy, low impact methods that remain to be used. C. are impractical source of oil that will not ever be used widely. D. produces an oil that cannot be used to produce gasoline. Answer A. will only be cost effective at much higher oil prices. At the 240
A leafy spurge, a toxic weed, was accidentally and has covered millions acres of grasslands and have caused serious damage in the lower regions of the hilly region. It is generally avoided by cattle and horses. Many strategies have been used to control leafy spurge, including the deliberate introduction of different species of flea beetles that feed on leafy spurge. Each flea beetle female may lay about 200 eggs in her only year of life. In places where flea beetle introductions have quickly established large populations that have grown and stabilized, the population growth of these beetles most likely looked like a straight increasing line, B a J-shaped curve, C an S-shaped curve, D an upside down U curve. Answer C an S-shaped curve. At the 241. Learning lessons from the disaster of the Aral Sea. If the tributaries to a lake are cut off, we will expect that A. the lake will remain stable due to rainwater inputs. B. the lake will increase in salinity. C. fishing will be more productive. D. the land at the edges of the lake will be more fertile. Answer B. the lake will increase in salinity. At the 242. Lingering in a long line at the dry cleaners. Lingering in a long line at the dry cleaners, waiting for holiday clothing, a woman start to feel dizzy and tired with a quickly developing headache. Someone suggests that her symptoms might be from breathing something used in the shop, a substance that can cause such symptoms and is commonly used in dry cleaning is a spelling mistake. A. heavy metal. B. halogenated hydrocarbon. C. radioactive hydrocarbon. D. safe and gentle natural compound. Answer B. halogenated hydrocarbon. At the 243. Living organisms draw their essential elements from A. the atmosphere. B. the lithosphere. C. the atmosphere and lithosphere. D. the atmosphere, lithosphere and hydrosphere. Answer D. the atmosphere, lithosphere and hydrosphere. അടുത്തത് 244. Living with a person who smokes inside a house, A. only poses a health risk for those in the household who smoke. B. has not been shown to increase the health risks of non-smokers in the home. C. is now known to increase the chances of cancer for everyone in the home. D. increases the risk of cardiovascular disease but not cancer for others living in the home. Answer C. is now known to increase the chances of cancer for everyone in the home. At the 245. London is located farther north than Toronto, yet average temperatures in January are higher in London than Toronto. London tends to be warmer in January because spelling mistake in the A. Toronto gets more snow in January. B. warm ocean currents come past London. C. people in London burn more fossil fuels. D. it gets more sunshine than Toronto in January. At the 246. Loss of biodiversity around the world threatens the existence of the human population as well since humans depend on other species for A. medicine, B. food, C. oxygen, D. all of the above.
Answer D, all of the above. Answer D, all of the above. അടുത്ത 247. Maintaining sustainable human exploitation of ecosystem capital will be increasingly different because of A, the over reliance on grains and other plants as a significant portion of the human diet. B, the expanding number of viral and bacterial human diseases. C, the growing human population on earth. D, decreases in worldwide ocean levels. Answer C, the growing human population on earth. അടുത്തത് 248. Malaria, dengue fever and yellow fever are most common in A, North America. B, Australia and New Zealand. C, countries located near the equator. D, countries that are located nearest the poles. Answer C, countries located near the equator. അടുത്ത 249. Malnutrition and undernourishment in the developing world most often kill A, children from lowered resistance to disease. B, the elderly who already have now resistance to disease. C, pregnant women who are already stressed by pregnancy. D, men who are employed in positions of hard labor. Answer B, the elderly who already have low resistance to disease. അടുത്തത് 250. Many companies have reduced their generation of toxic wastes and saved money by A, recycling toxic materials. B, using different combinations of toxic materials. C, purchasing toxic materials from other companies. D, developing more on-site toxic waste storage facilities. Answer A, recycling toxic materials. അടുത്ത 251. Many people in the developing world primarily rely upon a diet of rice. Many people in the developing world primarily rely upon a diet of rice. Such a diet, even with plenty of rice available to meet the daily calorie requirements, runs the risk of A, malnutrition. B, overnourishment. C, undernourishment. D, obesity. Answer C, undernourishment. അടുത്തത് 252. Many people in the developing world who depend on rice in their diet suffer from diseases related to deficiencies of A, calories and vitamin D. B, calories and fiber. C, vitamin A and iron. D, vitamin C and E. Answer B, calories and fiber. അടുത്ത 253. Many polluted ecosystems will recover if we stop polluting them. This illustrates A, the movement of energy through ecosystems. B, the essential role of keystone predators in ecosystems. C, the effects of latitude and altitude. D, the natural resilience of ecosystems. Answer D, the natural resilience of ecosystems. അടുത്ത 254. Many predator-prey relationships do not result in the complete elimination of the prey because A, the predators cannot catch all of the healthy adults. B, the predator population is limited by the availability of its food source. C, the prey do not provide enough nutrition. D, the prey are toxic. Answer A, the predators cannot catch all of the healthy adults. അടുത്ത 255. Marine protected areas are A, the primary regions of commercial agriculture. B, vital to the recovery of many overfished regions. C, primarily breeding regions where whales and dolphins rear their young. D, temporary zones that shelter feeding activities of marine organisms for part of a year. Answer B, vital to the recovery of many overfished regions. അടുത്തത് 256. Marker assisted breeding allows
A desired bacterial genes to be inserted into crops. B beneficial animal genes to be inserted into crops. C crop improvements without resorting to transgenic traits. D plants that have been bioengineered to be easily identified in the field. Answer C crop improvements without resorting to transgenic traits. അടുത്തത് 257. Mexico reduced deaths in children by 70% in less than a decade by A improving sanitation in villages, B improving hygiene in the homes, C fighting dehydration from diarrhea spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കുക. D requiring the use of bottled water. A improving sanitation in villages, B improving hygiene in the homes, C fighting dehydration from diarrhea, D requiring the use of bottled water. Answer C fighting dehydration from diarrhea. At the 258, more than any other energy source, China and the United States use A coal to generate electricity, B water power to generate electricity, C nuclear plants to generate electricity, D natural gas to generate electricity. Answer A coal to generate electricity. ഇനി അടുത്തത് 259. More than anything else, the greatest adult mortality from infectious disease in the world can be traced to A tuberculosis, B HIV, C malaria, D cancer. Answer B HIV. അടുത്തത് 260. Most invades and establishes itself on bare rock, accumulating the beginning of soil. After several years, enough soil has become established that grasses begin to grow where there was once bare rock. Without the moss building up soil, the grasses would have had no chance. The mosses changed the environment enough to permit grasses to grow in a process called A sublimation, B facilitation, C regeneration, D improvisation. Answer B facilitation. At the 261, most amphibians in North India can tolerate the warm temperatures of summer. However, during one particularly dry year, when humidity was very low and temperatures were high, many of the frogs died. In this situation, A temperature and humidity had synergetic and lethal effects. Spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കുക. A temperature and humidity had synergistic and lethal effects. B the frogs were pushed into their optimal habitats. C the availability of food was probably the most important limiting factor. D the environmental conditions were within their limits of tolerance. A temperature and humidity had synergistic and lethal effects. Answer A temperature and humidity had synergistic and lethal effects. നമ്മുടെ ഈ സെക്ഷനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ ഉണ്ട്. ഞാനത് എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദയവേത് സഹകരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്.
Further, 262. Most analysis of world oil reserves indicate that sort of some amazing new oil field discoveries. Maximum global output of oil. Most analysis of world oil reserves indicates that short of some amazing new oil field discoveries. Maximum global output of oil. A. Peaked in the 1970s. B. Peaked in 1998. C is peaking right now. D will peak in the next 10-15 years. Answer D will peak in the next 10-15 years. At the 263, most coral reefs are located in shallow water that is no more than 75 meters deep because below this depth. A. Water temperatures are too cold. B. Water currents are too fast. C. Sunlight levels are too low. D. There is not enough oxygen. Answer C. Sunlight levels are too low. 264. Most ecosystems A. are sharply divided from other ecosystems. B. consist of 2 or more landscapes. C. grade into other ecosystems in regions called ecozones. D. are clustered with other ecosystems to form communities. Answer C. grade into other ecosystems in regions called ecozones. Answer C. grade into other ecosystems in regions called ecozones. അടുത്തത് 265. Most ethics concerning our relationship to the natural environment are based upon A. the usefulness of natural resources to humans. B. conserving natural ecosystems without alternation. C. the inherent value of natural systems. D. reverence and respect for the spiritual aspects of the natural world. Answer A. the usefulness of natural resources to humans. At the 266, most jobs in the world are related to A. working outdoors. B. industrial manufacturing. C. mining the resources of the earth such as coal and iron ore. D. health care and education. Answer A. working outdoors. അടുത്തത് 267. Most of the air pollution that we experience is located in the A. mesosphere. B. thermosphere. C. stratosphere. D. troposphere. Answer D. troposphere. അടുത്തത് 268. Most of the efforts of the United Nations to promote food security, including the 2008 World Food Summit, function at the A. global level. B. national level. C. family level. D. personal level. Answer A. global level. At the 269, most of the energy used by humans comes from which of the following sources? A. geothermal power. B. solar energy. C. hydroelectric power. D. fossil fuels. A. geothermal power. B. solar energy. C. hydroelectric power. D. fossil fuels. Answer D. fossil fuels. അടുത്തത് 270. Most of the forests in the United States have been protected for more than a century from any lumber activities. B. occur in locations where logging is impractical. C. have been disturbed by alien species. D. have been managed for commercial timber harvesting. Answer D. have been damaged for commercial timber harvesting. Answer D. have been managed for commercial timber harvesting. അടുത്തത് 271. Most of the increase in fuel efficiency of hybrid vehicles comes from A. charging electric batteries when decelerating. A. charging electric batteries when decelerating. B. charging electric batteries when cruising down the highway. C.
enclosing most of the wheels and other aerodynamic designs. D. The use of smaller engines that produce less power and slower acceleration. Answer A. Charge electric batteries when decelerating. അടുത്തത് 272. Most of the public health impacts from air pollution are the result of A single pollutant in a short period. B. Many pollutants in a short period. C. A single pollutant over a long period. D. Many pollutants over a long period. അടുത്തത് 273. Most of the water on earth is found in A. Lakes and rivers. B. Polar ice caps. C. Glaciers. D. Oceans. Answer D. Oceans. അടുത്ത 274. Most of the weather of the world is based upon changes in the moisture, pressure and or temperature of the A. Mesosphere. B. Thermosphere. C. Stratosphere. D. Troposphere. Answer D. Troposphere. At the 275, most of the wheat, rice and corn raised in the world has resulted from genetic engineering of one sort or another, either by crossing. നമുക്കത് ഒരിക്കൽ കൂടി പറയാം. 275. Most of the wheat, rice and corn raised in the world has resulted from genetic engineering of one sort or another, either by crossing certain varieties or deliberately transferring genes using transgenic techniques. This method selects for plants that produce their own defenses against pests with chemicals or physical barriers, helping to feed the world. This represents an example of A. Cultural control. B. Natural enemies control. C. Genetic control. D. Natural chemical control. Answer C. Genetic control. 276. Most of the world population growth in the near future will be in A. Europe. B. North America. C. Developed countries. D. Developed countries. Sorry. C. Developing countries. D. Developed countries. C. Developing countries. D. Developed countries. നമുക്കത് ഒരിക്കൽ കൂടി വായിക്കാം. Question. Most of the world population growth in the near future will be in A. Europe. B. North America. C. Developing countries. D. Developed countries. Answer C. Developing countries. At the 277, most oil is recovered from an oil field. A. Relying on the natural pressure of the system. B. By simply pumping it out of the ground. C. Only after using procedures that first generate pressure. D. Pumping fresh water into the ground and making the oil float to the top. Answer C. Only after using procedures that first generate pressure. അടുത്തത് 278. Most organisms accumulate synthetic organic chemicals in their bodies because this chemicals. Most organisms accumulate synthetic organic chemicals in their bodies because these chemicals A. are easily converted into molecules that are used to build part of cells. B. are a concentrated source of minerals needed for cellular metabolism. C. cannot be broken down by the natural metabolic mechanisms. D. are a major source of calories when food is not available. Answer C. cannot be broken down by the natural metabolic mechanisms. 279. Most organisms living in a desert community are A. well adapted to the heat and dry environment.
B. Well adapted to the heat but probably not the dry environment. C. Well adapted to the dry environment but probably not to the heat. D. Not well adapted to the heat or dry environment. Answer A. Well adapted to the heat and dry environment. അടുത്തത് 280. Most organs use water in A. The form of rain. B. Liquid form. C. Solid form. D. Gaseous form. Answer B. Liquid form. Answer B. Liquid form. അടുത്ത 281. Most species in the world go extinct because A. Of new diseases spread by human contact. B. Humans harvest them or kill them as pests. C. Of loss of habitat. D. Global climate change is causing their environments to rapidly change. D. Global climate change is causing their environments to rapidly change. Answer C. Of loss of habitat. Answer C. Of loss of habitat. അടുത്തത് 282. Most thermometers used by students in laboratories contain alcohol which replaced A. Lead known to cause insanity and crippling birth defects. B. Lead known to cause mental retardation. C. Mercury known to cause insanity and crippling birth defects. D. Mercury known to cause mental retardation. Answer C. Mercury known to cause insanity and crippling birth rates. Answer C. Mercury known to cause insanity and crippling birth rates. At the 283. Most warm desert biomes of the world are located. സോറി കേട്ടോ, നമ്മൾ ഇപ്പൊ പറഞ്ഞതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്താണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ദയവേത് ക്ഷമിക്കുക. ഈ ഫാന്റെ കാറ്റത്ത് എന്തോ പേജ് എന്താ പറയാ പറന്നുപോയത് എന്തോ ആണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്. 282. Most thermometers used by students in laboratories contain alcohol which replaced A. Lead known to cause insanity and crippling birth defects. B. Lead known to cause mental retardation. C. Mercury known to cause insanity and crippling birth defects. D. Mercury known to cause mental retardation. D. Mercury known to cause mental retardation. Answer C. Mercury known to cause insanity and crippling birth defects. At the 283. Most warm desert biomes of the world are located A. About 20-30 degrees latitude north or south of equator. B. In Asia. C. Along a coastline. D. Along the equator. Answer A. About 20-30 degrees latitude north or south of equator. At the 284. Natural organic compounds typically consist of some combination of carbon, hydrogen and A. Oxygen, nitrogen, phosphorus and or sulfur. B. Nitrogen, lead, mercury and or sulfur. C. Sulfur, oxygen, zinc and or chloride. D. Oxygen, nitrogen, sodium and or potassium. Answer A. Oxygen, nitrogen, phosphorus and or sulfur. At the 285. Natural selection favors new traits that arise by A. Mutations and crossover. B. Increases in cell size and shape. C. The need to become adapted to a new environment. D. The demands of the environment. Answer A. Mutations and crossover. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന 285 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും വീഡിയോയിൽ കാണിക്കാണ്. 286 മുതൽ അങ്ങോട്ട് അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇത്രയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കാണ്, സ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോങ്സ് മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇത് ഇത്തിരി പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്കത് വേണമെങ്കിൽ ഒന്നും പറയേണ്ട കാര്യം തന്നെ ഇല്ല, നിങ്ങളോട് ഒന്നും തന്നെ പറയേണ്ട കാര്യം. നമുക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, അതൊക്കെയാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു പറഞ്ഞു പോകും. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾക്ക് അതാണ് സന്തോഷം തരുന്നത് കൂടുതലും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ എനിക്ക് ഒട്ടും അത് എന്താ പറയാ വിട്ട് കളയാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തെടുത്ത് നിങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പോകുന്നത്. കാരണം തെറ്റ് പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും. പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് CSATക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിങ്ങിൽ തന്നെ ഇപ്പം മൊത്തത്തില് പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറയുടെ ക്ലാരിറ്റി, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. അപ്പൊ അതൊക്കെ എല്ലാം കൂടി നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് പ്രത്യേകം സഹകരിക്കണം ദയവ് ചെയ്ത് എന്ന് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി നിലനിർത്തി പോണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കറിയാലോ യൂട്യൂബിൽ കമന്റ്സ് കാര്യങ്ങൾ ഒക്കെ വലിയൊരു അതിന്റെ നിര തന്നെ ആയിരിക്കും തന്നെ പറയാം. അതിന് ഓപ്പോസിറ്റ് വീഡിയോ ഇടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞത് കൊണ്ടൊന്നും കമന്റ്സിനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വീഡിയോനൊന്നും ചിലപ്പോൾ കുറവുണ്ടാവണമെന്നില്ല. അതൊരു പക്ഷെ അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ, ചിലപ്പോൾ നടക്കുമായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ഒരു കംഫർട്ടബിൾ അതിനു വേണ്ടി നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ദയവേത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സിലബസിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ടൈം കളയാൻ സാധിക്കില്ല, കാരണം സമയം നമുക്കില്ല. അതുകൊണ്ടാണ് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കുന്നത്. അപ്പൊ അത് CSATക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ലൊരു CSAT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSAT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.